ഒരു പറ്റ ആളുകൾ ലൈഫിൽ ഫെയിലിയർ ആകുന്നുണ്ട് ഇല്ലേ? 100 ആളുകളെ എടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 5% ആളുകൾ ഹൈ റിച്ച് കാറ്റഗറിയിലേക്ക് പോകും, ഹൈടെക് കാറ്റഗറിയിലേക്ക് പോകും. അതിനകത്ത് 15% ആളുകൾ റിച്ച് കാറ്റഗറിയിലേക്ക് പോകും. ബാക്കി 80% ആളുകൾ പൂർ കാറ്റഗറിയിലേക്ക് പോകും. ഇതെന്താ കാരണം? അവസരം കിട്ടാഞ്ഞിട്ടല്ല, അവസരം എല്ലാവർക്കും കിട്ടും. അന്ന് ഈ ഇരിക്കുന്ന ഞാൻ പറയുമ്പോഴൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഓരോ രീതിയിൽ ദൈവം കൊണ്ടുവരുന്ന സമയത്ത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നൊരു സാധനം ഉണ്ട്. എന്താണ്? ബുദ്ധി അല്ലേ? അത് നമുക്ക് തന്നിട്ടില്ലേ? കണ്ണ് തന്നിട്ട് എന്തിനാണ്? ഞമ്മക്ക് കാണാനാണ് ഞമ്മക്ക് കണ്ണ് തന്നെ അല്ലേ? ഞമ്മക്ക് ചിന്തിക്കാനാണ് ദൈവം ഞമ്മക്ക് ബുദ്ധി തന്നത് അല്ലേ? ആണല്ലേ? ഞമ്മക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മക്ക് ദൈവം ചെവി തന്നത് അല്ലെ? ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് ദൈവം ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നത് എന്തിനാ? അവനാൻ ഇതൊക്കെ തന്നിട്ട് അവനാൻ സ്വയം തീരുമാനം എടുക്കണം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ ലൈഫിനകത്ത് ഒരു കാര്യം വന്നാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാ? നിങ്ങൾക്കൊരു നല്ലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യലെന്താ? ഇതൊന്നും അറിയാത്തവന്റെ അടുത്ത് പോയി ചോദിക്കും. ഓനെന്താ പറയാ? എഞ്ചിനീയർ കുട്ടികൾ എത്തിയിട്ട് നാട്ടിലുണ്ട്. എഞ്ചിനീയർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി, എഞ്ചിനീയർ നല്ല പരിപാടിയാണോ എന്ന് അറിയാൻ വേണ്ടി ഡോക്ടറോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അടുത്ത് പോയി ചോദിച്ചപ്പൻ എഞ്ചിനീയർ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഡോക്ടറോട് പോയി ചോദിക്കേണ്ടത് ഡോക്ടർ ആക്കി എങ്ങനെ ഉണ്ടാവുന്നല്ലേ? ആണോ അല്ലേ? അറിവുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒപ്പീനിയൻ എടുക്കേണ്ടത്. പക്ഷെ അറിവുള്ള സ്ഥലത്തായിരിക്കണം പോയി ചെയ്യേണ്ടത്. ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി പൂട്ടിയോനോട് പോയിട്ട് ഹോട്ടൽ തുടങ്ങി അങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ എന്താ അറിയാം? നല്ല രൂപ എനിക്ക് തുടങ്ങിക്കോന്നറിയാം. ഓനെ തുടങ്ങിയ എക്സ്പീരിയൻസ് ആവുമ്പോഴാണല്ലേ? ഹോട്ടൽ തുടങ്ങിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചോദിക്കണം, ഞാൻ ഹോട്ടൽ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? എന്ത് കൺസെപ്റ്റിനകത്ത് നിങ്ങളിപ്പം പോയി കഴിഞ്ഞ് യൂസുഫ് അലി സാറോട് പോയി കഴിഞ്ഞ് ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പുള്ളി എന്താ അറിയാം? പുള്ളി നിങ്ങൾക്ക് ചെയ്യേണ്ടത് പുള്ളി പറഞ്ഞു തരും. ബിസിനസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആണെന്ന് പുള്ളി പറയും. എന്നിട്ട് ചെയ്യേണ്ടത് ഇന്ന രീതിയിലാണെന്നുള്ള പുള്ളി പറഞ്ഞു തരും. ആ രീതിയിനകത്ത് പോയിട്ട് ചെയ്യണം. എന്നതുപോലെ തന്നെ നിങ്ങളൊക്കെ ജീവിതത്തിനകത്ത് വിജയിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. നിങ്ങളെ ഈ അവസരത്തിനെ പുറംകാലോട്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിനകത്ത് ഒരു സർക്കാർ ജോലി എത്തില്ല. അപ്പൊ 4ാം ക്ലാസ് തന്നെ ഉണ്ട് സർക്കാർ ജോലി. ഞാൻ അന്ന് മറ്റേ ഇതില് ഏതിന്റെ അരി ഉണ്ടായിരുന്നല്ലോ, എന്താണ് FCI, കണ്ണൂർ FCIന്റെ ഹോട്ടല്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിലെ ജോലിക്ക് എനിക്ക് കിട്ടി. അന്ന് പ്രൈവറ്റ് ആണ്. അപ്പൊ ആ സമയത്ത് പിന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് ജോലിക്കാക്കാൻ. അന്ന് ഈ കളിച്ചിറക്കുന്ന പ്രായം. ഞാൻ ജോലി ബേക്കറി പണി എടുക്കുന്നുണ്ട് നാട്ടില്. അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിന്റെ വീടാണ്. ഈ ക്രിക്കറ്റ് കളി ആലോചിച്ചിട്ട് ഞാൻ ആ ഹോട്ടലിൽ പോകാതെ ഞാൻ മിക്കത് മുങ്ങിയാണ്. പിന്നെ അയാൾ കൊണ്ടുപോകാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ സമയത്ത് അത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്ത്? കേന്ദ്ര സർക്കാർ സ്ഥാപനമാക്കിയിട്ട് മാറ്റി. അന്ന് എനിക്ക് പോയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടമല്ല. അപ്പൊ എനിക്കറിയാം എന്റെ ലൈഫിനകത്ത് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാം. 2018 ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഞാൻ എന്റെ കണ്ട കാഴ്ചപ്പാട് എന്റെ ലൈഫിനകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടത് കംപ്ലീറ്റ് ഇതിനകത്ത് എത്തിച്ചു. എന്നിട്ട് ഇറങ്ങി പണിയെടുത്തു. അല്ലാതെ ആരും കാത്തുകൊണ്ടൊന്നുമില്ല. എഴുതാനോ വായിക്കാനോ എനിക്ക് അറിയുന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ എന്റെ കണ്ടത് എന്റെ മക്കളെ മുഖം, എന്റെ ഭാര്യന്റെ മുഖം, എന്റെ ഉമ്മന്റെ മുഖം, ഞാൻ വാങ്ങിയ കടക്കാരും ഞാൻ വാങ്ങിയ പ്രശ്നങ്ങളും ഒക്കെ തീർത്തിട്ട് അൽത്താഫുണ്ട്. ഇവരൊക്കെ മുന്നിലേക്കൂടെ നാളെ തൻ്റെ ഇടത്തോടുകൂടി ഗഡ്സോട് കൂടിയിട്ട് ഫുൾ സിംഗിലത്തിൽ നമ്മൾ നടന്നു പോയി. എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, കണ്ടുപഠിക്കണം അൽത്താഫിനെ. ഇത് പറയിപ്പിക്കണം. ഇതായിരുന്നു ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ദേവജലങ്ങാടിയിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചു. എൻ്റെ നാട്ടിൽ വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്താണ് ദേവജലങ്ങാടി എയർപോർട്ട് ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ചോദിച്ചോളൂ. അവിടെ വന്ന് എന്നോട് ചോദിച്ചാൽ പറയും, അൽത്താഫ് ഇന്ന് എന്തായിരുന്നു, 5 വർഷം മുന്നേ എന്തായിരുന്നു, ഓനെ കണ്ടുപഠിക്കണം എന്ന് വന്ന് നാട്ടുകാർ പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയാം? ജീവിതത്തിനകത്ത് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കണം. അതിന് കമ്മിറ്റ്മെന്റ് വേണം, അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല, സംസാരം നിർത്തുകയാണ്.